ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2021 ഒരു ഹൊറർ മിസ്റ്ററി മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഹൗസ് ഓഫ് സ്നെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ മൂവിയാണ് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. പുതിയൊരു കഥ എഴുതാൻ വേണ്ടി എഴുത്തുകാരൻ തനിച്ച് താമസിക്കാൻ കൂടി വേണ്ടിയിട്ട് ഒരു ഗ്രാമത്തിലേക്ക് പോകുന്നു. പക്ഷെ അവിടെ ചെന്നതിന് ശേഷം ആ ഒരു കഥ എഴുതുന്നതിനോടൊപ്പം വിചിത്രമായിട്ടുള്ള മറ്റു ചില കഥകൾ ആ ഒരു ഗ്രാമത്തിൽ നിന്നും ആ ഒരു എഴുത്തുകാരൻ മനസ്സിലാക്കുകയാണ്. അതിനുശേഷം ഈ ഒരു സ്റ്റോറിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ടെസ്റ്റുകളെല്ലാം തന്നുകൊണ്ട് ക്ലൈമാക്സിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പോലും കഴിയത്തില്ല. ആ ഒരു രീതിയിൽ ഒരു സ്റ്റോറി കൊണ്ടുപോകുന്ന മൂവിയാണിത്. അതെന്താണെന്ന് നിങ്ങൾ ഈ ഒരു മൂവി കണ്ടു തന്നെ മനസ്സിലാക്കുക. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ആന്റോണിയോ അവൻ തൻ്റെ കാറും എടുത്തിട്ട് ക്വാന്റിനാർ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രാമത്തിലേക്ക് അങ്ങനെ പോവാണ്. അങ്ങനെ കാറ് ഓടിച്ചിട്ട് ആ ഒരു ഗ്രാമത്തിനടുത്തേക്ക് പോകുന്ന സമയത്താണ് പെട്ടെന്ന് റോഡിലായിട്ട് ഒരു നായ ഇങ്ങനെ നിൽക്കുന്നു. ഈ ഒരു നായയെ കാണുന്നതും അവൻ അവിടേക്ക് കാർ നിർത്തിയിട്ട് അതിനടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അത് നല്ലതുപോലെ അയച്ചിട്ട് എവിടെ നിന്നോ വഴി തെറ്റി വന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ ആന്റണി എന്താ ചെയ്യുന്നത് വെച്ചാലേ ഹീറോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൻ ഫുഡ് കൊണ്ടുവന്ന ആ ഒരു പാത്രത്തിന്റെ അടപ്പ് അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ ഒരു നായ്ക്ക് കുടിക്കാനായിട്ട് ഇങ്ങനെ വെക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു നായിനെ അവൻ കാറിലേക്ക് കയറ്റി അത് കഴിഞ്ഞിട്ട് അടുത്തുള്ള ആ ഒരു ഗ്രാമത്തിലേക്ക് ചെല്ലാണ്. കാണിക്കുമ്പോഴത്തേക്ക് എല്ലാ വീടുകളും ഒരേപോലെ വെള്ള നിറത്തില്. അങ്ങനെ ആ ഒരു ഗ്രാമത്തിന്റെ നടുവിലേക്ക് ചെല്ലുമ്പോൾ റോഡിൽ നിന്നിട്ട് ഒരു ചെറിയ പെൺകുട്ടി അങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കാണ്. അപ്പോൾ അവളുടെ അടുത്തേക്ക് വന്നിട്ടാണ് അവൻ ചോദിക്കുന്നത്, ഹലോ മോളെ, നിനക്ക് ആ ഒരു നായനറിയോ? ഈ ഒരു നായ ഏത് വീട്ടിലുള്ളതാണെന്ന് അറിയോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ആ ഒരു കാറിലേക്ക് നോക്കിയിട്ട്, അല്ല നീ വിമോറയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അല്ല ഞാൻ ആന്റണിയാണ് എന്നിങ്ങനെ പറയുന്നതും ആ ഒരു പെൺകുട്ടി പെട്ടെന്ന് അവനെ നോക്കി ചിരിക്കാൻ തുടങ്ങാണ്. അതൊരു പ്രത്യേക രീതിയിൽ കളിയാക്കിക്കൊണ്ട് ഒരുപാട് നേരം ഇങ്ങനെ ചിരിക്കുന്നതും അവൻ നേരെ കാറിൽ കയറി അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോൾ അടുത്തായിട്ട് മറ്റൊരു പെൺകുട്ടി നിൽപ്പുണ്ട്. ആ ഒരു പെൺകുട്ടി നമ്മുടെ ഹീറോയെ അങ്ങനെ നോക്കി അവളുടെ കയ്യിലാണെങ്കിൽ ഒരു ഒച്ചുണ്ട്, മറ്റേ സ്നെയിൽ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ആ ഒരു കാറിന്റെ ഗ്ലാസ്സിലേക്ക് അടിച്ച് അതിനെയും കൊന്ന് അത് നല്ലതുപോലെ തേച്ചിങ്ങനെ വെച്ചിട്ട് അങ്ങനെ നോക്കി നിൽക്കുന്നതും, ഷെടാ ഈ ഒരു പെൺകുട്ടികൾക്ക് എന്താ ഇപ്പോൾ വട്ടാണോ എന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് കാറും എടുത്ത് അടുത്തൊരു ഭാഗത്തേക്ക് എത്തുമ്പോൾ കുറച്ച് വയസ്സായിട്ടുള്ള ആളുകൾ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ അവരുടെ അടുത്തേക്ക് വണ്ടി നിർത്തിയിട്ടാണ്, അല്ല ഞാൻ റോഡ് സൈഡിൽ നിന്ന് ഒരു നായയെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അവരെല്ലാവരും പെട്ടെന്ന് അതെവിടെയുള്ളതല്ല, ഈ ഒരു ഗ്രാമത്തിലുള്ളതല്ല എന്ന് പറഞ്ഞ് ഹീറോ ചോദിക്കുന്നതിന് മുന്നേ തന്നെ അവർ പറയാണ് ഈ ഒരു ഗ്രാമത്തിലുള്ളതല്ല എന്ന്. അപ്പോൾ അതിലെ ഒരു വയസ്സായിട്ടുള്ള സ്ത്രീയുണ്ട്. അവർ ഹീറോയെ നോക്കിയിട്ട് പറയും, ഓക്കെ, ആരെങ്കിലും ഉപേക്ഷിച്ചതാണെങ്കിൽ ആ ഒരു നായനെ എന്തായാലും കൂടെ കൊണ്ട് നടക്കുന്നത് നല്ലതല്ല, അതിനെന്തെങ്കിലും അസുഖം ഉണ്ടാവും, അതുകൊണ്ട് അതിന്റെ ഉടമസ്ഥനെ അന്വേഷിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നത് നമ്മുടെ ഹീറോ ചോദിക്കും, ഓക്കെ മെന്റക്കോൺ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ട്രീറ്റ് എവിടെയാ എന്ന് ചോദിക്കുമ്പോൾ അതിലൊരാൾ പറയും, മെന്റക്കോൺ എന്ന് പറയുന്നത് സ്ട്രീറ്റ് അല്ല, അതൊരു റോഡാണ്. നിങ്ങൾക്ക് ഈ ഒരു നഗരം അവസാനിക്കുന്നത് വരെ ആ ഒരു റോഡിലൂടെ പോകാൻ കഴിയും. പോകുമ്പോഴത്തേക്കും വലതുവശത്തോടെ മറ്റൊരു വഴിയുണ്ട്. ആ ഒരു വഴിയെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അന്വേഷിക്കുന്ന വീട് കാണാൻ കഴിയുമെന്ന് പറയുന്നതും ഹീറോ ആ ഒരു ലേഡിയോട് ചോദിക്കും, അല്ല ഞാനൊരു വീട് അന്വേഷിക്കാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? കാരണം ഈ ഒരു നഗരത്തിലെ വാടകയ്ക്ക് കൊടുക്കാനിട്ടിരിക്കുന്ന ഒരേ ഒരു വീട് അത് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലേഡിയെ നല്ലതുപോലെ കാണിക്കുമ്പോഴത്തേക്കാണ് അവരുടെ കണ്ണെല്ലാം ഒരു വല്ലാത്ത രീതിയിൽ ചൊറി പിടിച്ചതുപോലെ കാണുമ്പോൾ തന്നെ എന്തോ പോലെ ആവുന്നു. അങ്ങനെ ഹീറോ അവരോട് ടാങ്ക്സ് എല്ലാം പറഞ്ഞിട്ട് അവിടെ നിന്നും കുറേ ദൂരം ഇങ്ങനെ സഞ്ചരിച്ച് ഒറ്റയ്ക്കുള്ള ആ ഒരു വലിയ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ അവിടേക്ക് കാർ കൊണ്ട് നിർത്തിയിട്ട് ഡോർ തുറന്ന് ആ ഒരു നായരോട് പുറത്തിറങ്ങാൻ പറയുമ്പോൾ അത് കാറിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ഹീറോ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഡോർ തുറന്നു വെച്ച് ആ ഒരു വീടിനടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും വെളിയിൽ നിന്നൊരു ലേഡി വരുന്നു. അവളുടെ പേര് ബെൽട്ട എന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ. അപ്പോൾ ഹീറോയിനാണ് ഈ ഒരു വീട് ഹീറോയ്ക്ക് താമസിക്കാനായിട്ട് ആ ഒരു ബ്രോക്കറായിട്ട് നിന്ന് കാണിച്ചു കൊടുക്കുമല്ലോ, ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അങ്ങനെ അവള് വന്നിട്ട് ആ ഒരു ഡോറെല്ലാം തുറന്ന് ഹീറോയെ അകത്തേക്ക് കൊണ്ടുപോയിട്ടാണ് ബാ കാണിച്ചു തരാമെന്ന് പറഞ്ഞ്, ഏകദേശം ഒരു 150 വർഷം പഴക്കമുള്ളൊരു വീടാണ്, നിനക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്നെല്ലാം പറഞ്ഞിട്ട് മുകളിലത്തെ റൂമിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു ലൈബ്രറി പോലെ കുറെ ബുക്കുകളെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീട്ടിൽ താമസിച്ചിരുന്ന ഈ ഒരു വീടിന്റെ യഥാർത്ഥ അവകാശികളുണ്ടല്ലോ, അവർ യൂസ് ചെയ്തിരുന്ന ബുക്കാണ്. അവർ മരിച്ചിട്ട് തന്നെ വർഷങ്ങളായി. അത് കഴിഞ്ഞ് ഒരുപാട് വർഷമായിട്ട് ഈ ഒരു വീട്ടിൽ ആരും താമസമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഹീറോ ചോദിക്കും, അല്ല അതെന്താ അങ്ങനെ? ഇല്ലില്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ളത് കൊണ്ടൊന്നല്ല, ഇവിടെ എല്ലാം ഓക്കെയാണ്, വൈദ്യുതി, വെള്ളം, എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ തന്നെയുണ്ട്. അതുപോലെ ഇതുപോലെ ഒരു ചെറിയ പട്ടണത്തിൽ ഇത്രയും വലിയൊരു വീട് വേറെ ആരും വാടകയ്ക്ക് എടുക്കാനാണ്, അതുകൊണ്ട് ആരും അങ്ങനെ വലുതായിട്ട് വന്നില്ല, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഹീറോയും പറയുമ്പോൾ ഹീറോ ആ ഒരു വീടെല്ലാം നല്ലതുപോലെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അതേസമയം അവിടെ ചുമരിലായിട്ട് കുറച്ച് മൃഗങ്ങളുടെ തല ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ ചോദിക്കും, അല്ല ഇതെല്ലാം കണ്ടിട്ട് പേടിയാവുന്നുണ്ടെങ്കിൽ എന്തായാലും മാറ്റാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഹീറോ അറിയേ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ആ ഒരു എഗ്രിമെന്റ് ഉണ്ടല്ലോ അതിലിങ്ങനെ സൈൻ ചെയ്യാണ്. അപ്പോഴേക്കാണ് ഹീറോയിൻ ഒരു ബുക്ക് എടുത്തിട്ട് ഹീറോയോട് ചോദിക്കും, അല്ല നിങ്ങളൊരു എഴുത്തുകാരനല്ലേ എന്നും പറഞ്ഞ് ആ ഒരു ബുക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ അവൻ പറയും, ഓ ഇപ്പോൾ ഞാൻ ഓട്ടോഗ്രാഫ് തരാമെന്ന് പറയുമ്പോൾ ഇല്ലില്ല അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് വെളിയിലേക്ക് വരുമ്പോൾ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, അത് ഈ ഒരു സ്ഥലം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് എന്താ കാരണമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല പരസ്യം കണ്ട് വിളിച്ചതാണ്, പിന്നെ എനിക്കിത്തിരി സ്വസ്ഥതയും സമാധാനവും വേണം, കാരണം കഥ എഴുതാൻ വേണ്ടിയിട്ട് എനിക്കത് ആവശ്യമാണ് എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും,
ഓക്കെ വീട് വൃത്തിയാക്കാനും ആഹാരമെല്ലാം വെച്ച് തരാനായിട്ട് ഒരു സ്ത്രീ ഇവിടേക്ക് വരും. അത് വേറെ ആരുമല്ല, എൻ്റെ കസിനാണ് എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ഓക്കെ ഇടയ്ക്ക് ഞാൻ വരാമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. അതിനുശേഷം നമ്മുടെ ഹീറോ നേരെ ആ ഒരു കാറിനടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ നേരത്തെ കൊണ്ടുവന്ന ആ ഒരു നായ ഉണ്ടല്ലോ അതിപ്പോൾ കാറിൽ കാണാനില്ല. അപ്പോൾ അവൻ പെട്ടെന്ന് ഈ ഒരു നായനെ വിളിച്ചിട്ട് ഹേയ് നായ നീ എവിടെയാണെന്നും പറഞ്ഞിട്ട് അടുത്തൊരു കാടുണ്ട് അതിനടുത്തേക്കെല്ലാം അതിങ്ങനെ നല്ലതുപോലെ നോക്കുകയാണ്. ഒരുപാട് നേരം വിളിച്ചു നോക്കിയിട്ടും ആ ഒരു നായനെ കാണാനില്ല. പകരം പലയിടങ്ങളിൽ നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങളാണ് അവൻ കേൾക്കുന്നത്. അത് പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ. അങ്ങനെ ഒരുപാട് നേരം ആ ഒരു കാട്ടിൽ നടന്നിട്ട് ഇപ്പം ഏകദേശം രാത്രിയായി. അതുകൊണ്ട് തന്നെ നല്ല പേടിയായിട്ട് അവനോടി വെളിയിലേക്ക് വരുമ്പോൾ അടുത്തൊരു വീടിനടുത്തേക്കാണ് ചെല്ലുന്നത്. കാണിക്കുമ്പോൾ ആ ഒരു വീടിന് വെളിയിലായിട്ട് ആ ഒരു നായ ഇങ്ങനെ നിൽപ്പുണ്ട്. അതുപോലെ ആ വീടിനകത്തുള്ള രണ്ടുപേര് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. എനിക്ക് അവനെ വെറുപ്പാണ്, പക്ഷെ അവൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് നല്ലതുപോലെ വിഷമം തോന്നുന്നുണ്ട്. അവനെ കെട്ടഴിച്ചു വിടാൻ ഒരിക്കലും കഴിയത്തില്ല. എന്തായാലും നമുക്ക് ഫുഡ് കൊണ്ട് കൊടുക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയുമ്പോൾ ഹീറോ ഇതെല്ലാം ഇങ്ങനെ കേൾക്കാണ്. അത് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് നിന്നും വയസ്സായിട്ടുള്ള ഒരാൾ ഒരു പാത്രത്തിൽ കുറച്ച് ആഹാരവും അതേപോലെ തന്നെ ഒരു റാന്തൽ വിളക്കും പിടിച്ചിട്ട് എങ്ങോട്ടോ നടന്നു പോകുന്നു. അപ്പോൾ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ അയാളെ ഫോളോ ചെയ്ത് അയാളുടെ പുറകെ ഇങ്ങനെ നടന്ന് ചെല്ലുകയാണ്. അങ്ങനെ അയാളാണെങ്കിൽ ഒരുപാട് ദൂരം നടന്ന് അടുത്തുള്ളൊരു കാടിനകത്തേക്കാണ് പോകുന്നത്. ഹീറോയും പുറകെ തന്നെ പോകുന്നുണ്ട്. ഒരുപാട് ദൂരം ചെന്നതിന് ശേഷം ഈ കാടിന് നടുവിലായിട്ട് തടി കൊണ്ടെല്ലാം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഷെഡുണ്ട്. അതിനടുത്തേക്ക് ചെന്നിട്ട് ആ ഡോർ ഇങ്ങനെ തുറക്കുന്നതും അതിനകത്ത് നിന്നും ആരോ ഒരാള് അതൊരു മനുഷ്യനാണെന്ന് എന്തായാലും മനസ്സിലായി. കാരണം ആ ഒരു രീതിയിൽ അയാൾ അലറി വിളിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇയാൾ പറയുന്നത് ഹേയ് അടങ്ങിയിരിക്കും, നിനക്ക് ഞാൻ ആഹാരം കൊണ്ടു തന്നതല്ലേ, നിന്നെ എന്തായാലും അഴിച്ചു വിടാൻ കഴിയത്തില്ല, നീ ഇതെല്ലാം സഹിച്ച് ഇവിടെ കിടന്നേ പറ്റൂ, ദാ നിനക്കുള്ള ആഹാരമാണെന്ന് പറഞ്ഞ് വെളിയിലേക്ക് വരുന്ന ആ ഒരാളെ തള്ളി തള്ളി അകത്തേക്കാക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് ആ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ആഹാരം ഉണ്ടല്ലോ അത് അവിടേക്ക് കൊണ്ടിങ്ങനെ വെക്കുന്നതും ഹീറോ ഇവിടെ നിന്നിട്ട് ഒളിഞ്ഞിങ്ങനെ നോക്കി എന്താണെന്ന് കാണിക്കുമ്പോൾ വികൃതമായിട്ടുള്ളൊരു കൈ അതിനകത്ത് നിന്നും വന്ന് ആ ഒരു ആഹാരം അങ്ങനെ വലിച്ചുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് ആ ഒരു അപ്പൂപ്പൻ ഡോർ അടച്ചിട്ട് അവിടെ നിന്ന് നടന്നങ്ങ് പോവാണ്. അപ്പൊ ആ ഒരു ഷെഡിനകത്ത് എന്താണ് എന്ന് നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോഴും വ്യക്തമായിട്ട് അറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോ നേരെ വീട്ടിലേക്ക് വന്നിട്ട് അവന്റെ സെക്രട്ടറിയോ മറ്റോ ആരാണ് ഏതോ ഒരു ലേഡിയെ വിളിച്ചിട്ട് അവരോട് നല്ല രീതിയിൽ ദേഷ്യപ്പെട്ട് ഏതോ ഒരു ലേഡിയെ വിളിച്ച് അവരോട് നല്ലതുപോലെ ദേഷ്യപ്പെട്ട് സംസാരിച്ച് അവസാനം ആ ഒരു ഫോണും എറിഞ്ഞുടച്ചിട്ടാണ് ജനാല വഴി അങ്ങനെ നോക്കുമ്പോൾ വെളിയിൽ ഈ ചെന്നായ്ക്കളുണ്ടല്ലോ അത് ഓരിയിടുന്ന ആ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ശബ്ദത്തോടെ തന്നെ അവൻ വന്ന് കിടന്ന് ഉറങ്ങുകയും ചെയ്യാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ വീട്ടിലേക്ക് വന്നു. അവൻ ആവശ്യമായിട്ടുള്ള ഈ പച്ചക്കറിയും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു, പക്ഷെ ആ ഒരു ചെന്നായ്ക്കളുടെ കരച്ചിൽ അത് കുറച്ചുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് കാര്യമാക്കണ്ട, അത് ഈ ഒരു മല മുകളിലുള്ള ചെന്നായ്ക്കളാണ്, വല്ലപ്പോഴും അതിങ്ങനെ ശബ്ദം ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ ഈ വീട്ടിലെ ജോലിക്കാരി ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിന്റെ കസിൻ, അവരുടെ പേര് ജസ്റ്റ എന്നാണ്. ആ ഒരു സ്ത്രീ മുകളിൽ നിന്നിട്ട് പറയും ഈ ചെന്നായ്ക്കള് ഈ ഒരു ഗ്രാമത്തെ സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ ചോദിക്കുക എന്തിൽ നിന്ന്? ഇത് കേൾക്കുന്ന ഹീറോയും പറയും അത് കാര്യമാക്കണ്ട, അത് അന്ധവിശ്വാസത്തിന്റെ പുറത്ത് അവർ എന്തൊക്കെയോ പറയുന്നതാണ് എന്ന് പറഞ്ഞ് മുകളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹീറോ ഇന്നലെ രാത്രി അവൻ ആ ഒരു കാടിനകത്ത് ഒരു ഷെഡും അതിനകത്ത് ഒരാളുടെ കരച്ചിലും കേട്ടിരുന്നല്ലോ. അതെന്താണെന്ന് ഹീറോയ്ക്ക് അറിയത്തില്ല. ആ ഒരു കാര്യത്തെ പറ്റി ഹീറോയിനോട് ഇങ്ങനെ പറയുമ്പോൾ അവൾക്ക് വലിയ പിടിയില്ല അതെന്താണെന്ന്. അപ്പോഴേക്കാണ് ജസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയുടെ 2 കുട്ടികൾ അവിടേക്ക് വരുന്നത്. അപ്പോൾ ഹീറോയും പറഞ്ഞു കൊടുക്കും ഇതെന്റെ കസിന്റെ കുട്ടികളാണ് റോസിയും സാറയും എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ഹീറോ പറയും നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് വേറെ ആരുമല്ല. സ്റ്റാർട്ടിങ്ങിലെ നമ്മുടെ ഹീറോ ഈ ഒരു ഗ്രാമത്തിലേക്ക് വരുമ്പോൾ 2 കുട്ടികൾ അവനോട് വിചിത്രമായിട്ട് പെരുമാറിയല്ലോ, അവര് 2 പേരാണത്. അപ്പൊ അതിൽ ആ ഒരു ചെറിയ പെൺകുട്ടി പറയുന്നുണ്ട് അല്ല ഇവനല്ലേ വിമറോ അല്ലേ ചേച്ചി എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അതീന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ അവരെ അമ്മ വന്നിട്ട് അദ്ദേഹത്തോട് മാന്യോട് സംസാരിച്ചോളൂ എന്നെല്ലാം പറഞ്ഞ് അവരെയും കൂട്ടി ഇങ്ങനെ വെളിയിലേക്ക് പോകുമ്പോൾ ഹീറോയും പറയുന്നുണ്ട് അതൊന്നും കാര്യമാക്കണ്ട, കൊച്ചുകുട്ടികളല്ലേ, അവരൊരുപാട് പ്രേത കഥകളെല്ലാം വായിക്കുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെയെല്ലാം പറയുന്നത്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഇപ്പൊ കഥ എഴുതാനായിട്ട് തുടങ്ങാണ്. അങ്ങനെ ടൈപ്പ് ചെയ്യുന്ന അതേ സമയത്താണ് ആ 2 പെൺകുട്ടികളുണ്ടല്ലോ അവര് 2 പേരും അതിലേക്ക് വന്ന് അതിൽ ആ ഒരു മൂത്ത പെൺകുട്ടി അവളെ നമുക്ക് സാറാന്നും ആ ഒരു ചെറിയ പെൺകുട്ടിയെ റോസി എന്നും വിളിക്കാം. അപ്പോൾ സാറയുടെ മുഖത്ത് ഒരു ചെന്നായുടെ മുഖം പൊടിയുണ്ട്, അതെടുത്ത് വെച്ചിട്ടാണ് ഇവർ ചോദിക്കുന്നത് ഇത് ഞങ്ങൾ എടുത്തോട്ടെ ഇവിടുത്തെ അലമാരയിൽ നിന്ന് കിട്ടിയാന്ന് പറയുമ്പോൾ ഹീറോ പറയും അതെല്ലാം ബെർട്ടയോട് ചോദിച്ചിട്ട് നിങ്ങൾ എന്തോ ചെയ്തോ ഇപ്പോൾ ഇവിടെ നിന്ന് പോയി തരുമെന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടുമ്പോൾ 2 പേരും പതിയെ വെളിയിലേക്ക് ഇറങ്ങി. ആ ഒരു വീട്ടിലേക്ക് കുറെ ബുക്കുകളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അതെല്ലാം കണ്ടിട്ട് നമ്മുടെ റോസി ചോദിക്കും അല്ല ഇതെല്ലാം നിങ്ങൾ വായിക്കാൻ പോവാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഹീറോ പറയും ഒരു വിഷയം ഞാൻ വായിക്കും, ഇപ്പൊ എന്തായാലും ഒന്ന് പോയി തരോ എന്നിങ്ങനെ ദേഷ്യത്തോടെ പറയുമ്പോൾ റോസി പെട്ടെന്ന് സാറയോട് പറയും അവൻ ശരിക്കും വിമോറ തന്നെയാണ് എന്നിങ്ങനെ പറയുന്നതും ഹീറോ പെട്ടെന്ന് ഇവരോട് ചോദിക്കും അല്ല എന്താ ഈ വിമോറോ? അതിൽ സാറുണ്ടല്ലോ അവള് പതിയെ ഹീറോയുടെ അടുത്തേക്ക് വന്ന് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ശബ്ദം ഉണ്ടാക്കി അവിടെ നിന്ന് ഒരു ഒറ്റ ഓട്ടം. പക്ഷെ ഈ കുട്ടികൾ ഇതെന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് ഇവിടെ ഇരിക്കുന്ന ആ ഒരു ചെന്നായുടെ തലയുണ്ടല്ലോ അതിന്റെ വായിൽ എന്തോ ഒന്ന് അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അതൊരു സ്നെയിലായിരുന്നു. അങ്ങനെ അതിനെ എടുത്ത് ഹീറോ പതിയെ വെളിയിലേക്ക് കൊണ്ടിങ്ങനെ വെക്കുകയാണ്. എന്നിട്ട് വീണ്ടും വന്നിരുന്ന ആ ഒരു കഥ എഴുതുമ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാവുന്നത് ഹീറോ എഴുതുന്നത് ഈ ഒരു ഗ്രാമത്തെ പറ്റിയുള്ള കഥയാണ്. ഹീറോയിടേക്ക് വന്നതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചത് അതെല്ലാം ഈ കഥയായിട്ട് എഴുതുന്നത്. അവൻ ആ ഒരു രാത്രി ഷെഡിനകത്ത് വെച്ച് കണ്ട ആ ഒരു കാര്യം ഇതുൾപ്പെടെ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ
2 ദിവസം മുന്നേ അവൻ ആ ഒരു ഷെഡ് കണ്ടിരുന്നല്ലോ രാത്രിയിൽ പോയിട്ട്. അവിടേക്ക് ഇപ്പോൾ പകൽ സമയത്ത് വരുമ്പോൾ ഒരു വയസ്സായിട്ടുള്ള സ്ത്രീയാണിപ്പോ അതിനകത്ത് കിടക്കുന്ന മനുഷ്യന് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ഹീറോ എന്നിട്ട് ചോദിക്കും, ഏയ് നിങ്ങൾ ആ ഒരു ഷെഡിനുള്ളിൽ നിങ്ങൾ എന്താ മറയ്ക്കുന്നതെന്നെല്ലാം ചോദിക്കുമ്പോൾ അവർ പറയും, അതൊന്നും നിങ്ങൾക്ക് അറിയേണ്ട ഒരു ആവശ്യമില്ല, കാരണം ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, നിങ്ങളോടത് പറയാൻ എനിക്ക് കഴിയത്തില്ല, എവിടെ നിന്ന് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞ് ഹീറോയെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോ ഈ ഒരു ഗ്രാമത്തിലേക്ക് പോകുന്ന സമയത്താണ് ആ ഒരു അമ്മച്ചി ഉണ്ടല്ലോ, കണ്ണു വയ്യാത്ത ആ ഒരു അമ്മച്ചി നമ്മുടെ ഹീറോയെ കണ്ടിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഹീറോയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഹീറോ അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ എന്തോ ഒരു ഫംഗ്ഷൻ വരാൻ പോകുന്നത് പോലെ എന്തൊക്കെയോ ഒരുക്കങ്ങളെല്ലാം അങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോ നേരെ അവിടെയുള്ള ഒരു ബാർ പോലെ സ്ഥലമുണ്ട്, അവിടേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ആ ഷെഡിനകത്ത് പൂട്ടി വെച്ചിരിക്കുന്ന ആൾക്ക് ഫുഡ് കൊടുക്കുമല്ലോ, ആ ഒരാളാണ് ഇവിടെ നിൽക്കുന്നത്, അയാളുടെ ബാറാണിത്. അപ്പൊ ഹീറോ അകത്തേക്ക് ചെന്ന് മദ്യമെല്ലാം ചോദിക്കുമ്പോൾ അവിടെയുള്ള വയസ്സായിട്ടുള്ള കുറച്ച് ആളുകൾ നമ്മുടെ ഹീറോയെ കണ്ടിട്ടാണ് അവൻ ഈ ഒരു ഗ്രാമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നെല്ലാം പറഞ്ഞ് അതിലൊരു അപ്പൂവൻ പറയും, എന്റെ വകയായിട്ട് അവൻ 2 പെഗ് കൊടുക്കാൻ പറയുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പൊ ആ ഒരാള് അയാളുടെ ഭാര്യയോട് പറയുന്നുണ്ട്, ഇവന് കഴിക്കാനായിട്ട് ഫുഡ് കൊണ്ടുവരാൻ പറയുമ്പോൾ ഹീറോ പറയും, ഇല്ല വേണ്ടാന്ന് പറയുമ്പോൾ, ഇല്ല നിങ്ങൾ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫുഡ് എടുത്ത് അടുത്തേക്ക് വയ്ക്കുമ്പോഴത്തേക്കാണ് ഹീറോ ചോദിക്കുന്നത്, അല്ല നിങ്ങൾ ആ ഒരു ഷെഡിനുള്ളിൽ എന്താ പൂട്ടിയിട്ടേക്കുന്നത്, അതിനെ കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ അയാൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ട്, എന്ത് ഒരു മൃഗത്തെ പോലെയാണോ, അത് വേറെ ആരുമല്ല, അത് എസ്തബാനാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ആളോട് പറയും, ഇവൻ എസ്തബാനെ കണ്ടുപിടിച്ചു. അപ്പോൾ ഹീറോ ചോദിക്കും, ഈ എസ്തബാൻ അതൊരു സാധാരണ മനുഷ്യനാണെന്ന് ചോദിക്കുമ്പോൾ, അല്ല അതൊരു വികൃതമായിട്ടുള്ള മനുഷ്യനാണ്, പക്ഷെ ആരെ അങ്ങനെ ഉപദ്രവിക്കാറില്ല, അവന്റെ അമ്മയാണ് അവനെ ചെറുപ്പം മുതൽ അവിടെ കെട്ടിയിട്ടത്, അത് ഒരു പശുവിനെ കൊന്ന് അതിന്റെ ഹൃദയം കഴിച്ചതുകൊണ്ട്, അതിനുശേഷം അവന്റെ അമ്മ മരിച്ചു, അത് കഴിഞ്ഞ് ഞങ്ങൾ 2 പേരാണ് അവനെ നോക്കുന്നത്, വേറെ ഒന്നും ചെയ്യത്തില്ല, അവനെ അഴിച്ചുവിടാൻ കഴിയത്തില്ല, അതുകൊണ്ട് തന്നെ അവൻ ആഹാരം കൊണ്ടു കൊടുക്കുന്നു, അത്രമാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഹീറോ പറയും, അതൊരിക്കലും ശരിയാവത്തില്ല, കാരണം അയാൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് നിങ്ങളൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് ചികിത്സിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു സ്ത്രീ പെട്ടെന്ന് പറയും, അതൊരിക്കലും അവന്റെ അസുഖമല്ല, അത് അവന് കിട്ടിയ ശാപമാണ്, അത് ഈ ഒരു നാടിന് കിട്ടിയ ശാപമാണ്. അപ്പോൾ ഹീറോ ചോദിക്കും, അല്ല എന്ത് ശാപം, ഞാൻ ഇപ്പോഴേ ഈ ഒരു ശാപത്തെ പറ്റി അറിയതേ. അപ്പൊ ആ ഒരു താടികാരൻ പറയും, അപ്പോൾ നീ ഇവിടെ ഉത്സവത്തിന് വേണ്ടിയിട്ട് വന്നതല്ല, എന്ത് ഉത്സവം, ആ ഒരു ഉത്സവത്തിനെ പറ്റി ഞാൻ ആദ്യമായിട്ട് അറിയുന്നേ, അല്ല എന്താ ആ ഒരു ശാപം എന്ന് ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസമുണ്ട്, ആ ഒരു ദിവസം ഈ ഒരു ഗ്രാമത്തിലെ ദുശകനങ്ങളെ ഞങ്ങൾ കത്തിച്ചു കളയും, അതാണ് ഈ ഒരു ഉത്സവം. എന്നിട്ട് ആ ഒരു താടിക്കാരനായാലും പെട്ടെന്ന് ഓക്കെ ശരി ഞങ്ങൾ അടയ്ക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഹീറോയെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നതും ഹീറോ ആണെങ്കിലും തിരിച്ച് ആ ഒരു കാട്ടിലൂടെയാണ് നടന്ന് അവന്റെ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് വീണ്ടും ഇതിനു മുന്നേ കേട്ട ആ ഒരു ശബ്ദം അവന് നല്ലതുപോലെ കേൾക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ശബ്ദം കേട്ട് പേടിച്ചിട്ട് അവൻ നല്ല വേഗതയിൽ ഓടാൻ തുടങ്ങും. ഓടി റോഡിലേക്ക് വരുന്ന സമയത്ത് ഒരാളുടെ ദേഹത്തേക്ക് വന്നൊരു ഒറ്റയടി ഇടിച്ച് താഴെ വീണിട്ട് എഴുന്നേറ്റ് നോക്കുമ്പോൾ അയാൾ പെട്ടെന്ന് നമ്മുടെ ഹീറോയോട് ചോദിക്കും, അല്ല നിങ്ങളല്ലേ ആന്റോണിയോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ തന്നെയാണ്, നിങ്ങളാരാ, ഓ ഞാൻ ഇവിടുത്തെ ചർച്ചിലെ ഫാദറാണ്, നിങ്ങൾ വന്ന ആ ഒരു കാര്യം ഞാൻ അറിഞ്ഞു, ഒരു എഴുത്തുകാരനാണല്ലേ, നിങ്ങളെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഹീറോ പറയും, ഓ അങ്ങനെയാണല്ലേ, സോറി, അതിനകത്ത് നല്ല ശബ്ദം കേട്ട് പേടിപ്പെടുത്തുന്ന, അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഓടിയത്, അല്ല ഇവിടെ ഈ ചെന്നായ്ക്കളുണ്ടെന്ന് പറയുന്നത് സത്യമാണെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ഫാദർ പറയും, അതൊക്കെ സത്യമാണ്, പക്ഷേ അധികം അങ്ങനെ ആരും അതിനെ കണ്ടിട്ടില്ല, പിന്നെ ആ ഒരു ചെന്നായ്ക്കൾ ഒരിക്കലും ഗ്രാമത്തിലേക്കൊന്നും ഇറങ്ങാറില്ല, അതുകൊണ്ട് പേടിക്കണ്ട എന്നെല്ലാം പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയ്ക്കും കുറച്ച് ആശ്വാസമാവുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോ നേരെ അയാളെ ഈ ഒരു വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ഇരുന്ന് നല്ലതുപോലെ കുടിച്ച് ആ ഒരു ഫാദറിനോട് കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അപ്പോഴാണ് ആ ഒരു ഫാദർ പറയുന്നത്, എനിക്ക് തോന്നുന്നു നിങ്ങളാണ് ഈ ഒരു വീടിന്റെ അവസാനത്തെ വാടകക്കാരൻ എന്നെല്ലാം പറയുന്ന സമയത്താണ് ഹീറോ പെട്ടെന്ന്, അല്ല എന്താണ് ഈ വിമോറോ, ഈ ഒരു ബോഗിമാൻ അതുപോലെ എന്തെങ്കിലും ആണോ എന്ന് ചോദിക്കുമ്പോൾ ഫാദർ പറയും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളാണ് ഈ ഒരു വീടിന്റെ അവസാനത്തെ വാടകക്കാരനെന്ന്. ശരി, നിങ്ങൾ ഇവിടെ ലൈബ്രറി കണ്ടില്ലേ, ആ ഒരു ലൈബ്രറിക്കുള്ളിൽ ബുക്കുകൾക്കിടയിൽ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു കാര്യം കണ്ടെത്താൻ കഴിയും. ഓക്കെ ശരി, ഇവിടെ അടുത്തായിട്ട് ചെറിയൊരു ഡാം ഉണ്ട്, നിങ്ങൾ അത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഇല്ല കണ്ടിട്ടില്ല. ഓക്കെ അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം രാവിലെ വാ, ഞാൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് മീൻ പിടിക്കാറുണ്ട്, നമുക്ക് ഒരുമിച്ച് കാണാതെ പറഞ്ഞിട്ട് ആ ഒരു ഫാദറും അവിടെ നിന്ന് യാത്ര പറഞ്ഞ് പോവാണ്. അങ്ങനെ അയാൾ പോയതിനു ശേഷം നമ്മുടെ ഹീറോ എഴുന്നേറ്റിട്ട് ആ ഒരു ഹാളിലേക്ക് വന്ന് അവിടെ മുകളിലത്തെ ആ ഒരു റൂമിലേക്ക് വന്നിട്ട് അവിടെ ആ ഒരു ബുക്കുകളൊക്കെ ഇരിപ്പുണ്ടല്ലോ, അവിടെ അയാൾ പറഞ്ഞതുപോലെ ആ ഒരു ഫാദർ പറഞ്ഞതുപോലെ എന്തെങ്കിലും ബുക്ക് ഉണ്ടോ ഇല്ലെന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് അങ്ങനെയൊന്നും കാണാൻ കഴിയുന്നില്ല. അതേസമയം ആ ഒരു ചെന്നായുടെ തല അവിടെ ഇരിപ്പുണ്ടല്ലോ, അതിനടുത്ത് എന്തോ ശബ്ദം കേട്ടിട്ട് അവൻ അതിന് മുന്നിലേക്ക് വന്നിങ്ങനെ നോക്കുന്നതും പെട്ടെന്ന് അതിങ്ങനെ വാ തുറക്കുന്നത് പോലെ ഇത് കണ്ട് ഹീറോ പേടിച്ചിട്ട് നേരെ താഴേക്ക് വന്ന് വീഴാണ്. ആ സമയത്ത് കാടിനുള്ളിലൂടെ എന്തോ ഓടുന്നത് പോലെ ഈ ഒരു സീൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് ഹീറോയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ബോധം വന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് എന്തോ ഒരു ശബ്ദം ശ്രദ്ധിച്ച് അവിടെ ഇരിക്കുന്ന ആ ഒരു സോഫയുടെ പുറകിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ചുമരിലൂടെ എന്തോ ഒരു നിഴല് വലിയ രീതിയിൽ ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നു. പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കും അത് ആ ഒരു നായായിരുന്നു. ഒരുപക്ഷെ ആ ഒരു നിഴലിന്റെ കാര്യം അവന് തോന്നിയതാണോ അല്ലേ എന്ന് നമുക്കറിയത്തില്ല. അതുമല്ല ആ ഒരു നായ അവന്റെ അടുത്തേക്ക് വരുമ്പോൾ അവൻ അതിനെ തൊട്ടു നോക്കുന്ന സമയത്ത് അതിന്റെ ദേഹം മുഴുവനായിട്ടും രക്തം പറ്റിയിരിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു നായനെ കൊണ്ടുവന്നിട്ട് അവൻ നല്ലതുപോലെ അതിനെ കുളിപ്പിച്ച് അങ്ങനെ വീണ്ടും തന്റെ കഥ ഇങ്ങനെ എഴുതാണ്. ആ ഒരു സമയത്ത് ഡോറിൽ ആരും തട്ടുന്ന കേട്ട് വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ അത് നമ്മുടെ ഹീറോയിൻ ആന്റണി നിന്നോട് കുറച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ച് നേരെ വെളിയിലേക്ക് ഇറങ്ങി പോവാണ്. എന്നിട്ടാണ് അവൾ പറയുന്നത്,
ഇന്നലെ രാത്രി ഗ്രാമത്തിൽ ചെന്നായ്ക്കൾ വന്നിരുന്നു. 1-2 പേരെ അത് കടിച്ചു. ഇപ്പൊ ആളുകളെല്ലാം കുറച്ച് പേടിയിലാണ്. അപ്പോൾ ഹീറോ ചോദിക്കും, ചെന്നായ്ക്കൾ ഗ്രാമത്തിലേക്ക് വരത്തില്ല എന്നാണല്ലോ ഞാൻ അറിഞ്ഞത്, ഇതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ നീ അന്ന് ആ ഒരു ഷെഡിനകത്ത് ആരാണെന്ന് ചോദിച്ചില്ലേ, അന്ന് എനിക്ക് അറിയത്തില്ല എന്ന് ഞാൻ കള്ളം പറഞ്ഞതാണ്. എനിക്കറിയാം അത് എസ്തബാനാണ്. അതെ, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ അവന് ഷെഡിൽ പൂട്ടിയിട്ടേക്കാണ്, ആരും അഴിച്ചുവിടത്തില്ല. അപ്പോൾ ഹീറോ പറയും, അല്ല നിങ്ങൾക്കറിയില്ല അവന് സഹായിച്ചൂടെന്ന് ചോദിക്കുമ്പോൾ ഇതിനെല്ലാം കാരണം ഇവിടെയുള്ള ഒരുപാട് വിശ്വാസങ്ങളും അതേപോലെ തന്നെ ഒരുപാട് കെട്ടുകഥകളും ഉണ്ട്. പ്രധാനമായിട്ടും വിമോറോ എന്ന് ഹീറോയും പറയുമ്പോൾ ഹീറോ അതിനെപ്പറ്റി കൂടുതലൊന്നും ചോദിക്കത്തില്ല. അപ്പോൾ ഹീറോയും പെട്ടെന്ന് ഓക്കെ ശരി ഞാൻ പോവാണ്, ഇന്ന് രാത്രി ഒരു പാർട്ടി ഉണ്ട്, ഗ്രാമത്തിലേക്ക് വരുന്നത് ചോദിക്കുമ്പോൾ ഹീറോ അറിയുമില്ലല്ലോ എനിക്ക് പാർട്ടിക്കൊന്നും വരാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞ് ഹീറോ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ്റെ ആ ഒരു നായ ഉണ്ടല്ലോ അതവിടെ നിൽക്കുന്നു. അപ്പോൾ ആ ഒരു നായ ഇങ്ങോട്ട് ഓടിപ്പോകുന്നതും ഹീറോ അതിന്റെ പുറകെ പോകുമ്പോഴത്തേക്കാണ് ആ ഒരു ഫാദർ അയാൾ പറഞ്ഞതുപോലെ ആ ഒരു ഡാമിനടുത്ത് നിന്ന് ഇങ്ങനെ ചൂണ്ടയിടാണ്. അങ്ങനെ ഹീറോ ആണെങ്കിൽ നേരെ അയാളുടെ അടുത്തേക്ക് ചെന്ന് സംസാരിക്കുമ്പോൾ ആ ഫാദർ ചോദിക്കുന്നുണ്ട്, ഹേയ് നിന്റെ നായ എന്താ അവിടെ ഇരിക്കുന്നത്, ശരി എന്നാ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ഒരു സ്റ്റിക്ക് അവന് കൊടുക്കാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോ അവൻ കാണുന്ന കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു ഫാദറിനോട് പറയുന്നത്. അവൻ ആ ഒരു നിഴല് കണ്ട കാര്യം, അതേപോലെ തന്നെ കാടിനുള്ളിലൂടെ നടക്കുമ്പോൾ ആ ഒരു ശബ്ദം കേൾക്കുന്ന കാര്യം. അപ്പോൾ ആ ഒരു ഫാദർ ആയാലും പറയും, ഹേയ് അതെല്ലാം നിനക്ക് തോന്നുന്നതായിരിക്കും, ഒറ്റയ്ക്കല്ല ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അത് കഴിഞ്ഞിപ്പോൾ ഹീറോ വീട്ടിൽ നിന്ന് കുളിക്കുന്ന സമയത്താണ് ആ ബാത്ത് ടബില് വെള്ളത്തിൽ എന്തോ ഒരു മാറ്റം. അവൻ പെട്ടെന്ന് അത് കണ്ട് പേടിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അങ്ങനെ അതെന്താണെന്ന് അറിയാൻ വേണ്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് ആ ഒരു ഭാഗത്തേക്ക് നടന്നു ചെന്ന് നോക്കുന്നതും പെട്ടെന്ന് കാണിക്കുന്നത് ഈ ഒരു ഗ്രാമത്തിൽ ആ ഒരു പാർട്ടി ഉണ്ടല്ലോ അവിടെയാണ്. കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോ അവിടെ ഉണ്ട്, അതേപോലെ തന്നെ ഹീറോയിനും അവിടെ നിൽക്കുന്നു. ഹീറോയെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഹേയ് നീ വരത്തില്ല എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് അവിടെ നിന്ന് കുറച്ച് ദൂരെയായിട്ട് ഹീറോയുടെ വീടിനടുത്തേക്ക് നടന്നു വരികയാണ്. ആ ഒരു സമയത്ത് അവിടെ ഒരു കാടിനടുത്തായിട്ട് ഇരുന്നിട്ട് രണ്ടുപേരും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ ഒരു ഗ്രാമത്തിൽ ഈ ഒരു ഉത്സവം എന്തുകൊണ്ടാണ് നടത്തുന്നതെന്നും അതേപോലെ തന്നെ വിമോറോ അതെന്താണെന്ന് ഹീറോയോട് പറയുന്നത്. വിമോറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം കൊണ്ടുവരുന്ന ഒരു രാക്ഷസനാണ്. ഓരോ വർഷം കൂടുന്തോറും വേനൽ സമയത്ത് ഒരു മനുഷ്യന്റെ ശരീരത്തെ അല്ലെങ്കിൽ മറ്റൊരു മൃഗത്തിന്റെ ശരീരത്തായിരിക്കും വിമോറോ പുനർജന്മം എടുക്കുന്നത്. അത് കഴിഞ്ഞ് ആ ഒരു ഗ്രാമത്തിലേക്ക് വന്ന് അവിടെയുള്ള ഒരുപാട് സ്ത്രീകളെയും അത് കൊല്ലാൻ തുടങ്ങും. പണ്ടുള്ളവർ പറയുന്നത് ഈ ഒരു ഗ്രാമത്തിലെ ഒരുപാട് കുടുംബങ്ങൾ ആ ഒരു രാക്ഷസനെ ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടു എന്നാണ്. അതുകൊണ്ട് തന്നെ വിമോറോ ആ ഒരു കുടുംബങ്ങൾക്കെല്ലാം ഒരു ശാപം നൽകി അവരുടെ ജനിക്കാൻ പോകുന്ന അടുത്ത തലമുറയിലെ എല്ലാവരും എന്തെങ്കിലും കുറവുകളോടെ ആയിരിക്കും ജനിക്കാൻ പോകുന്നത്. അതുപോലെയാണ് എസ്തബാൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഷെഡിനകത്ത് പൂട്ടിയിടുന്ന ആളുണ്ടല്ലോ അയാള്. അതേപോലെ തന്നെ ഈ ഒരു ഗ്രാമത്തിലെ 1-2 പേര് അതുപോലെ പല കുറവുകളായിട്ട് ജനിച്ചിട്ടുണ്ട്. അതെല്ലാം വിമോറ തന്ന ആ ഒരു ശാപം കാരണമാണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ആഘോഷിക്കുമ്പോൾ അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, വിമോറയെ ആ ഒരു കുടുംബങ്ങള് ഈ ഒരു ഗ്രാമത്തിൽ നിന്നും അകറ്റിയത് കൊണ്ട്. രണ്ടാമത്തത്, വിമോറ ഒരിക്കലും ഇവിടേക്ക് വരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഹീറോ ചോദിക്കും, നീ ഇതിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹേയ് ചില സമയത്ത് ഞാനും അത് വിശ്വസിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ ഹീറോ പെട്ടെന്ന് ഹീറോയിനെ അടുത്തേക്ക് പിടിച്ച് അവളെ ഇങ്ങനെ കിസ് ചെയ്യാനായിട്ട് വരികയാണ്. അതേസമയം പെട്ടെന്ന് കാണിക്കുമ്പോൾ അതിന്റെ മറ്റൊരു വശത്ത് എന്തൊക്കെയോ പെട്ടികളെല്ലാം തൂക്കി തീയെല്ലാം കത്തിച്ചിട്ട് വരിയായിട്ട് എന്തൊക്കെയോ പാടി ഒരിടത്തേക്ക് ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്നു. അപ്പോഴാണ് ഹീറോയിൻ പറയുന്നത് അത് വിമോറയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരുപക്ഷെ അവൻ തിരിച്ചു വന്നു കഴിഞ്ഞാലേ അവൻ ആരെയും ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി അവൻ ആഹാരം കൊടുക്കുന്നതാണ്. അങ്ങനെയുള്ളൊരു ചടങ്ങാണിത്. അതുമല്ല വിമോറോ കൂടുതലായിട്ട് കാണുന്നത് വെള്ളത്തിലാണ് എന്നെല്ലാം പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നതും ഹീറോ വീണ്ടും ഹീറോയിനോട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കാനായിട്ട് വരുമ്പോൾ അവൾ അതിന് സമ്മതിക്കത്തില്ല. സോറി എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അതേസമയം തന്നെ ആ ഒരു ഷെഡ് ഉണ്ടല്ലോ അതിനകത്ത് കാണിക്കുമ്പോൾ ഈ വെളിയിൽ ഫയർ വർക്കുകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ചെയ്യുന്ന സമയത്ത് ആ ഒരു ശബ്ദം കേട്ട് അതിനകത്തുള്ള ആ ഒരു മനുഷ്യന് അത് സഹിക്കാൻ കഴിയുന്നില്ല. അവസാനം അവൻ നിൽക്കുന്ന ആ ഒരു തടി കൂടുണ്ടല്ലോ അതും തകർത്ത് ആ ഒരാൾ വെളിയിലേക്ക് ഇറങ്ങുന്നു. അങ്ങനെ ഹീറോയിന്റെ വീട്ടിലേക്ക് വന്നിട്ട് അവളെ ആക്കുന്ന സമയത്താണ് അവളുടെ ആ ഒരു കസിന്റെ 2 കുട്ടികളുണ്ടല്ലോ സാറ റോസി, അതിൽ സാറ ആ ഒരു മുഖംമൂടിയും വെച്ചിട്ട് ജനാലയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കാണ്. അപ്പോഴേക്കാണ് റോസി അടുത്തേക്ക് വന്നിട്ട് നിങ്ങളല്ലേ വിമോറോ എന്താണെന്ന് ചോദിച്ചത്, ദേ ഇതിൽ വരച്ചിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ഒരു പേപ്പർ അവനിങ്ങനെ കൊടുക്കും. അങ്ങനെ അത് വാങ്ങി ഹീറോ അവിടെ നിന്ന് പോകുമ്പോൾ ആ 2 പെൺകുട്ടികൾ അവിടെ നിന്നിട്ട് അതിൽ റോസി വീണ്ടും പറയുന്നുണ്ട് ഇവൻ തന്നെയാ ചേച്ചി വിമോറോ എന്നിങ്ങനെ പറയുമ്പോൾ പിന്നീട് കാണിക്കുന്നതും ഈ കാടിനുള്ളിലൂടെ എന്തോ ഓടുന്നുണ്ടല്ലോ അതുപോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം നമ്മുടെ ഹീറോ റോസി കൊടുത്ത ആ ഒരു പേപ്പർ എടുത്ത് നോക്കുമ്പോഴത്തേക്കാണ് അതിലൊരു രാക്ഷസന്റെ രൂപം ഇങ്ങനെ വരച്ചേക്കുന്നു. അതാണ് വിമോറോ എന്ന് പറഞ്ഞിട്ട്. അതുമല്ല ഹീറോ ആണെങ്കിലും അവിടെയുള്ള ആ ഒരു ബുക്കുകളെല്ലാം എടുത്തിട്ട് അതിലൊരു ബുക്ക് മാത്രം ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അതിൽ വിമോറോ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു രാക്ഷസനെ പറ്റി എഴുതിയിട്ടുണ്ട്. ഒരു മൃഗത്തിന്റെ ശരീരവും പേടിപ്പെടുത്തുന്ന രൂപവും അതേപോലെ തന്നെ മനുഷ്യരെ എല്ലാവരെയും കൊല്ലുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുമല്ല കൂടുതലായിട്ടും വിമോറോ കാണുന്നത് വെള്ളത്തിലാണ്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഹീറോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഡോറിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ട് ഓടി വന്ന് ഡോർ തുറക്കുമ്പോൾ അത് ഹീറോയിനാണ്. അതുപോലെ അവളിപ്പോൾ നല്ല രീതിയിൽ കരയുന്നുണ്ട്. എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ സാറ റോസി എന്ന് പറഞ്ഞിട്ട് ആ 2 പെൺകുട്ടികളില്ലേ അതിൽ സാറ എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടി മരിച്ച അവസ്ഥയിൽ കാട്ടിൽ നിന്ന് കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടാണ് അവളിപ്പോൾ പറയുന്നത്. അപ്പോൾ ഹീറോ ചോദിക്കും ഏയ് ഇതെങ്ങനെയാ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല, ഈ ഒരു കാര്യം നിന്നോട് പറയണമെന്ന് തോന്നി എന്നും പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് പോവാണ്.
അങ്ങനെ ഹീറോയ്ക്കും ഇതെന്താണ് സംഭവിച്ചെന്ന് അറിയത്തില്ല. കാരണം അവൻ അറിയാവുന്ന 2 പെൺകുട്ടികളല്ലേ, അവന്റെ വീട്ടിലെ ജോലിക്ക് വരുന്ന ആ ഒരു സ്ത്രീയുടെ മക്കള്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ അവിടെയുള്ള ഒരു സെമിത്തേരിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ടുള്ള കുഴി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്ന് തിരിച്ചു വരുമ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന പോലീസുകാർ നമ്മുടെ ഹീറോയെ കണ്ടിട്ട്, ആന്റണി അല്ലേ, ശരി, ഞാൻ നിങ്ങളെപ്പറ്റി അറിഞ്ഞിരുന്നു, നിങ്ങൾ താമസിക്കുന്ന ആ ഒരു വീട്ടിലെ സ്ത്രീയുടെ മകളല്ലേ. അപ്പോൾ ഹീറോ ചോദിക്കും, സാർ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ ശരീര ഭാഗങ്ങൾ അടുത്തുള്ള കാടിനകത്ത് നിന്നാണ് കിട്ടിയത്. അതും അവളെ ഏതൊരു മൃഗം അറ്റാക്ക് ചെയ്യുന്നത് പോലെ പീസായിട്ട് വെട്ടിയെന്നെല്ലാം പറയുമ്പോൾ ഹീറോ പറയും, ഇല്ലല്ല നിർത്ത്, എനിക്ക് കേൾക്കണ്ട എന്ന് പറയുമ്പോൾ ആ ഒരു പോലീസുകാരൻ പറയും, ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ നിങ്ങൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും നിങ്ങൾ ആ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വിവരം അറിയുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഹീറോയെ അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ്. പക്ഷേ നമുക്കല്ലേ അറിയത്തുള്ളൂ ആ കാടിനകത്തെ തടിക്കൂടുണ്ടല്ലോ, അതിനകത്ത് നിന്നും ആ ഒരുത്തൻ വെളിയിലേക്ക് ഇറങ്ങിയ കാര്യം. അങ്ങനെ ഹീറോയ്ക്കും ഈ ഒരു സംശയം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ മദ്യം വാങ്ങിക്കാനായിട്ട് ആ ഒരുത്തന് ഫുഡെല്ലാം കൊടുക്കുന്ന ആ വയസ്സായിട്ടുള്ള ദമ്പതികളുണ്ടല്ലോ, അവരുടെ ആ ഒരു ബാറിലേക്ക് ചെന്ന് ഹീറോ 2 കുപ്പി മദ്യം ഇങ്ങനെ വാങ്ങിക്കും. എന്നിട്ട് ഹീറോ അയാളോട് സംശയത്തോടെ ഇങ്ങനെ പറയാണ്, അവനെപ്പറ്റി നിങ്ങൾ തന്നെ പറഞ്ഞിരുന്നു, അവൻ ഇതിനു മുന്നേ ഏതൊരു മൃഗത്തെ കൊന്നതുകൊണ്ടാണ് അവനെ അവിടെ പൂട്ടിയിട്ടതെന്ന്. ഒരുപക്ഷെ അവനായിരിക്കും ആ ഒരു സ്ഥലത്ത് നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയത് എന്നിങ്ങനെ പറയുന്നതും അയാള് ഹീറോയുടെ മൂക്കിന് നോക്കിയൊരു ഒറ്റയിടി. അപ്പോൾ ഹീറോ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് നേരെ ആ ഒരു ഷെഡ് ഉണ്ടല്ലോ അതിനടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ആഹാ, ഹീറോ വിചാരിച്ചതുപോലെ തന്നെയാണ് അതിനകത്തുനിന്ന് ആ ഒരാൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യം പറയാനായിട്ട് ഹീറോ നേരെ സ്റ്റേഷനിലേക്ക് ചെന്ന് ആ ഒരു പോലീസുകാരനെ തിരക്കുമ്പോഴത്തേക്കും അയാൾ ഇന്ന് ഇവിടെ ഇല്ല, അന്വേഷണത്തിനായിട്ട് പോയിന്ന് പറയുന്നതും ഹീറോ ഓക്കെ, നാളെ എത്ര മണിക്ക് വരും, രാവിലെ 8 മണിക്ക് ഇവിടെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഹീറോ പെട്ടെന്ന് അവിടെ നിന്ന് തിരിച്ചു പോവാണ്. വീണ്ടും ഹീറോ ആ ഒരു കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ അവന്റെ പുറകെ എന്തോ ശബ്ദം ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹീറോ അവിടെ നിന്നിട്ട്, നീ എന്തായാലും മുന്നിലേക്ക് വാന്ന് പറഞ്ഞ് അലറി ഇങ്ങനെ വിളിക്കും. എന്നിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം ഇത്രയും നാളായിട്ട് നടന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം വീണ്ടും ആ ഒരു കഥയായിട്ട് അവനിങ്ങനെ എഴുതാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ തന്നെ ആ ഒരു പോലീസുകാരനെ കാണാനായിട്ട് സ്റ്റേഷനിലേക്ക് വന്ന് അയാളുടെ റൂമിനടുത്ത് ഇരിക്കുമ്പോഴത്തേക്കും ആ മരിച്ച പെൺകുട്ടിയുടെ ഫോട്ടോസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം നോക്കുമ്പോൾ പീസായിട്ട് വെട്ടിയിട്ടേക്കാണ് ആ ഒരു ചെറിയ പെൺകുട്ടിയെ. അങ്ങനെ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആ ഒരു പോലീസുകാരൻ അവിടേക്ക് വരുമ്പോഴത്തേക്കാണ് ഹീറോ ആ ഒരു ഷെഡിനുള്ളിലെ മനുഷ്യനെ പറ്റിയും അയാളെ എനിക്ക് സംശയമുണ്ട്, അങ്ങനെയുള്ള ഒരാളാണ് അയാൾ എന്നെല്ലാം പറയുമ്പോൾ ഈ ഒരു പോലീസുകാരൻ പെട്ടെന്ന് അവിടെയുള്ള കോൺസ്റ്റബിളിനോട് പറയും, ഇതുപോലെ വിരൂപനായിട്ടുള്ള ഒരു മനുഷ്യൻ ഗ്രാമത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, അയാളെ കണ്ടുപിടിക്കാൻ വേണ്ടി എനിക്ക് കുറച്ച് ആളുകളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇപ്പോൾ ആ ഒരു ഷെഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയല്ലോ എസ്തബാൻ എന്ന് പറഞ്ഞിട്ട് അയാളെ അന്വേഷിച്ച് ഇവരെല്ലാവരും ആ ഒരു ഗ്രാമത്തിലെ എല്ലാവരും കാടിനകത്ത് അന്വേഷിച്ച് ഇങ്ങനെ നടക്കാണ്. അങ്ങനെ അതേസമയം നമ്മുടെ ഹീറോ നേരെ ഹീറോയിനെ കാണാനായിട്ട് അവളുടെ ആ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഹീറോയിനാണെങ്കിലും അവന് മുകളിലേക്ക് കൊണ്ടുപോയി റോസിനെ കാണിച്ചു കൊടുത്തിട്ട് അവളെ ക്ഷീണിച്ചുറങ്ങിപ്പോയി എന്നും പറഞ്ഞ് അവളുടെ റൂമിൽ നിൽക്കുമ്പോൾ ഹീറോയും പെട്ടെന്ന് ഹീറോ ഇങ്ങനെ കിസ് ചെയ്യും. അങ്ങനെ അത് കഴിഞ്ഞ് അവളോട് യാത്രയെല്ലാം പറഞ്ഞ് ഹീറോ നേരെ ആ ഒരു ഫാദറിന്റെ അടുത്തേക്ക് വരികയാണ്, ആ ഒരു ചെറിയ ചർച്ച ഉണ്ടല്ലോ അവിടേക്ക്. എന്നിട്ട് ഹീറോയ്ക്ക് ഇതുപോലെ പല കാര്യങ്ങളും തോന്നുന്നുണ്ട്, ഈ ഒരു വിഷമം, ഈ ഒരു കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ആ ഒരു ഫാദർ ആയാലും അതൊന്നും കുഴപ്പമില്ല, നീ വന്ന കാര്യം എന്തായാലും പൂർത്തിയാക്ക്, അത് മാത്രമേ നിനക്ക് ചെയ്യാനുള്ളൂ എന്നെല്ലാം പറഞ്ഞിട്ട് ഫാദർ ഹീറോയോട് ചോദിക്കും, അല്ല നിന്റെ നായയുടെ പേരെന്താ? ഹീറോ പറയും, അവന് ഞാൻ പേരിട്ടിട്ടില്ല. ഓ അങ്ങനെയാണെങ്കിൽ ഞാനൊരു പേര് പറഞ്ഞുതരാം, ജെറാമിയ എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോ പറയും, അതൊരു നല്ല പേരാണല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു നായനെ നോക്കി, ജെറാമിയ ആ ഒരു പേര് നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്നിങ്ങനെ ചോദിക്കുന്നതും ആ ഒരു നായ പെട്ടെന്ന് കുരയ്ക്കാണ്. എന്നിട്ടാണ് ആ ഒരു ഫാദർ തന്റെ കയ്യിലുള്ള ഒരു തോക്കെടുത്തിട്ട് ഹീറോയോട് ചോദിക്കും, അല്ല നീ വരുന്നുണ്ടോ ആ ഒരു രാക്ഷസനെ പിടിക്കാനായിട്ട്? അവൻ ഇന്ന് എന്തായാലും കൊല്ലണമെന്ന് പറയുമ്പോൾ ഹീറോ പറയും, ഇല്ലില്ല ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫാദർ അവിടെ നിന്ന് പോകുന്നു. അതേസമയം എസ്തബാൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു മനുഷ്യനെ കാണിക്കുമ്പോൾ അവനിപ്പോ ഏതോ ഒരു പുഴയിൽ ഇറങ്ങി നിന്നിട്ട് ഏതോ ഒരു മൃഗത്തെ കൊന്ന് അതിനെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അതുമല്ലാതെ കാടിനകത്താണെങ്കിൽ എസ്തബാനെ അന്വേഷിച്ച് ആ നാട്ടിലുള്ള എല്ലാവരും അങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ എസ്തബാനായാലും അവിടെ നിന്ന് രക്ഷപ്പെട്ട് നേരെ ആ ഒരു ഗ്രാമത്തിലേക്ക് വരും. ഗ്രാമത്തിലേക്ക് വന്നിട്ട് ഈ കണ്ണു വയ്യാത്തൊരു മുത്തശ്ശി ഉണ്ടല്ലോ അവരുടെ അടുത്തേക്ക് ചെല്ലാണ്. അവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ ഒരു മുത്തശ്ശി അവനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഹേ എസ്തബാൻ, എനിക്കറിയാം, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ആ ഒരു കൂട്ടിൽ നിന്ന് നീ വെളിയിലേക്ക് ഇറങ്ങരുതെന്ന്. കാരണം അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നീ എല്ലാവരെയും കൊല്ലും. നീയാണോ ആ ഒരു ചെറിയ പെൺകുട്ടിയെ കൊന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ എസ്തബാൻ അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു മുത്തശ്ശി പറയും, പക്ഷേ നീ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവനെ പിടിച്ച് അടുത്തേക്ക് ഇരുത്തി സമാധാനപ്പെടുത്തുന്ന അതേ സമയം എസ്തബാൻ എന്തോ ദേഷ്യം വന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് ആ ഒരു മുത്തശ്ശി ഉണ്ടല്ലോ അവരെ അടിച്ചങ്ങ് കൊല്ലാണ്. അങ്ങനെ അവരെ കൊന്നിട്ട് അവരുടെ ഹൃദയം ഉണ്ടല്ലോ അതങ്ങനെ വലിച്ചെടുത്ത് കഴിക്കാനായിട്ട് വരുന്നതും അവരുടെ ശബ്ദം കിട്ടി ഈ നാട്ടുകാരെല്ലാം നേരെ ആ ഒരു വീട്ടിലേക്ക് വന്നു. നോക്കുമ്പോഴത്തേക്ക് ഇവൻ അവരെ കൊന്നിട്ട് ഇങ്ങനെ നിൽക്കാണ്. പെട്ടെന്ന് എല്ലാവരും കയ്യിലുള്ള തോക്ക് ഉപയോഗിച്ചിട്ട് എസ്തബാനെ അവിടെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലും. അങ്ങനെ അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ വീട്ടിലിരിക്കുന്ന സമയത്ത് ആ ഒരു ചെന്നായിട്ട് തലയുണ്ടല്ലോ അതിൽ നിന്നും വീണ്ടും എന്തൊക്കെയോ ഇങ്ങനെ തോന്നുന്നത് പോലെ ഹീറോ പെട്ടെന്ന് അതിനടുത്തേക്ക് ചെന്ന് തൻ്റെ കയ്യിലുള്ള ആ ഒരു പെൻസിൽ എടുത്തിട്ട് അതിൻ്റെ തലയിലേക്ക് 2-3 കുത്ത്, എന്നിട്ട് അതിൻ്റെ കണ്ണിൽ നോക്കിയൊരു കുത്ത് കുത്തുന്നതും വീണ്ടും ആ ഒരു കാടിനുള്ളിൽ എന്തോ ഓടി വരുന്നത് പോലെയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഹീറോ കണ്ണ് തുറക്കുമ്പോൾ ഹീറോയുടെ മുന്നിൽ റോസി എന്ന് പറഞ്ഞ ഒരു ചെറിയ പെൺകുട്ടി. അങ്ങനെ ഹീറോ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കാണ്
ജസ്റ്റ് എന്ന് പറഞ്ഞ ആ സ്ത്രീ ഉണ്ടല്ലോ, അവർ വീണ്ടും ജോലിക്ക് വന്നപ്പോൾ ഹീറോ പറയും, അല്ല ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, പതിയെ വന്നാൽ മതിയായിരുന്നു. അപ്പോൾ അവർ പറയും, ഇല്ലില്ല, 1 മാസത്തെ കരാറില്ലേ, അതെന്തായാലും ചെയ്ത് തീർക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മോളെ കൊണ്ടുവരുന്നതിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഏയ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് റോസി അവിടെ നിൽക്കുമ്പോൾ റോസി അദ്ദേഹത്തോട് മാന്യമായിട്ട് പെരുമാറണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീ അകത്തേക്ക് പോകുമ്പോൾ റോസി നേരെ അവൻ ആ ഒരു കഥ എഴുതുന്നല്ലോ അവിടേക്ക് ചെന്നിങ്ങനെ നോക്കാണ്. അവിടെ ഉള്ളൊരു പേപ്പർ എടുത്തിട്ട് അതങ്ങനെ നോക്കിയിട്ടാണ് അവൾ പറയുന്നത്, നീ ഈ ഒരു ഗ്രാമത്തിലേക്ക് വന്നിരിക്കുന്നത്, ഈ ഒരു കഥ എഴുതുന്നത് അതെല്ലാം വെറുതെയാണ്, അതെല്ലാം വെറും നുണകളാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഹീറോ പറയും അതെല്ലാം വെറും ഫിക്ഷനാണ്, അതെല്ലാം താഴെ വയ്ക്കാൻ പറയുമ്പോൾ റോസി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹീറോ അതിൽ എഴുതിയിരിക്കുന്നത് എസ്തബാൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരുത്തുണ്ടല്ലോ, അവനാണ് റോസിയുടെ സഹോദരിയെ കൊന്നതാണ് ആ ഒരു കഥയിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഹീറോ എന്നിട്ട് ചോദിക്കും, പിന്നെ നീ എന്താ വിശ്വസിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ റോസി പറയും, ആ ഒരു മണ്ടൻ അവൻ ഒരിക്കലും എൻ്റെ സഹോദരിയെ കൊന്നിട്ടില്ല, അത് നിനക്കും അറിയാം, കാരണം എൻ്റെ സഹോദരിയെ കൊന്നത് വിമോറയാണ്. അപ്പോൾ ഹീറോ പറയും, എന്തൊക്കെയാവട്ടെ, നീ എന്തായാലും ഇവിടെ നിന്ന് പോയി തരൂ എന്നും പറഞ്ഞിട്ട് അവളെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞുവിടാണ്. അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു മുത്തശ്ശി, അതേപോലെ തന്നെ ആ മുത്തശ്ശിയെ കൊന്ന ആ ഒരുത്തനുണ്ടല്ലോ, അവരുടെ രണ്ടുപേരുടെ ശരീരം ഇപ്പോൾ ആ ഒരു പള്ളിയിൽ അടക്കം ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഇപ്പോൾ വീട്ടിലിരിക്കുന്ന സമയത്താണ് ആ ഡോറിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ട് വന്ന് ഡോർ തുറക്കുമ്പോൾ അത് നമ്മുടെ ഹീറോയിനാണെങ്കിലോ വന്ന ഉടനെ തന്നെ അവനെ ഇങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് റൂമിനകത്തേക്ക് കയറി ഡ്രസ്സെല്ലാം അഴിച്ചു മാറ്റി രണ്ടുപേരും റൊമാൻറ്റിക് ആയിട്ടിരിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ഹീറോയിൻ കാണിച്ചു കൊടുക്കുന്നത് അവളുടെ ശരീരത്തിന്റെ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ബ്രസ്റ്റ് മുതൽ താഴേക്കുള്ള കുറച്ച് ഭാഗം അത്രയും എസ്തബാൻ എന്ന് പറഞ്ഞിട്ട് അയാളുടെ മുഖം എങ്ങനെയാണോ വികൃതമായത് അതുപോലെ ഇങ്ങനെ വികൃതമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ പറഞ്ഞ ആ ഒരു കഥ വിമോറോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു രാക്ഷസം കൊടുത്ത ആ ഒരു ശാപം ഉണ്ടല്ലോ, ആ ഒരു ശാപം കിട്ടിയ ആളാണ് നമ്മുടെ ഹീറോയിനും. പക്ഷെ ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ഹീറോയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അവർ രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് രണ്ടുപേരും കടലിൽ കിടക്കുന്ന സമയത്താണ് ഹീറോയുടെ റൂമിന്റെ വെളിയിൽ ആ ഒരു നായ നിൽക്കുന്നു. അപ്പോൾ ഹീറോ പറയും, ഏയ് അവന് ഞാൻ ജെറമിയ എന്ന് പേരിട്ടു. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, എന്തിന് എൻ്റെ നായ? ഏത് നായ? ദേ അവിടെ നിൽക്കുന്നുണ്ടല്ലേ, അവൻ തന്നെയെന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ഇവിടെയാണ് ഈ ഒരു മൂവിയുടെ ഒന്നൊന്നര ട്വിസ്റ്റ്. വേറെ ഒന്നുമല്ല, ഹീറോയിൻ നോക്കുമ്പോഴത്തേക്ക് ആ ഒരു നായനെ അവിടെ കാണാനില്ല. അപ്പോൾ ഹീറോയിൻ പറയും, അല്ല ഏത് നായ, എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ഹീറോ പെട്ടെന്ന് എഴുതിയിട്ട്, ദേ അവിടെ നോക്ക്, എൻ്റെ നായ അവിടെ നിൽക്കുന്ന കണ്ടില്ലേ. ഹീറോയിൻ പറയില്ല, ഏയ് നീ വെറുതെ തമാശ പറയത്, നായ അവിടെ നിൽപ്പുണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു നായ കുരയ്ക്കും. ആ കേക്ക് ശ്രദ്ധിച്ചേക്ക്, അവൻ കുരയ്ക്കുന്ന ശബ്ദം കേട്ടില്ലേ. അപ്പോഴും ഹീറോയിനൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. ഹീറോയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട്, നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചാൽ ആ ഒരു നായയുടെ പുറകെ പോകുന്നതും ആ ഒരു നായ നടന്നു വന്നിട്ട് ആ ഒരു നായയാണെങ്കിലും ഹാളിലേക്ക് ഓടി വന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ കുരച്ചിട്ടാണ് അവിടുത്തെ കസേരയുടെ അടിയിൽ നിന്നും എന്തോ നീ ഇങ്ങനെ വലിച്ചെടുക്കുന്നു. ഹീറോ അടുത്തേക്ക് വന്ന് അതെടുത്ത് നോക്കുമ്പോൾ അതൊരു പത്ര കട്ടിങ്ങാണ്. അതിലുള്ള ന്യൂസ് എന്താണെന്ന് വെച്ചാല് വർഷങ്ങൾക്ക് മുന്നേ ഈ വീട്ടിൽ താമസിച്ചിരുന്ന ഒരാള് തന്റെ ഭാര്യനെയും തന്റെ 2 പെൺമക്കളെയും കൊന്ന്, അതും അയാളുടെ മകന്റെ മുന്നിൽ വെച്ച്, എന്നിട്ട് അയാൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അടുത്തുള്ള പുഴയിലേക്കും ചാടിയെന്നും പറഞ്ഞിട്ട് ആ ഒരു ന്യൂസ് ഇങ്ങനെ വായിക്കാണ്. അത് കഴിഞ്ഞിട്ട് അയാളുടെ മകനെ ആണെങ്കിൽ മറ്റൊരു രാജ്യത്തെ അനാഥാലയത്തിലേക്ക് കൊണ്ടുപോയിരുന്നു. കാരണം ഈ ഒരു കൊലപാതകം മുന്നിൽ വെച്ച് കണ്ട ആ ഒരു ചെറിയ പയ്യൻ ആ ഒരു രീതിയിലുള്ള മാനസികാവസ്ഥയിലായിരുന്നു. എന്നിട്ട് ആ ഒരു പയ്യന്റെ പേര് വായിക്കുമ്പോഴത്തേക്കാണ് അടുത്ത ഒരു ടെസ്റ്റ്, വേറെ ഒന്നുമല്ല, ആ ഒരു പയ്യന്റെ പേര് ആന്റോണിയോ എന്നിങ്ങനെ വായിക്കുന്നത് നമ്മുടെ ഹീറോ. ഏയ് ഇവിടെ എന്താ ഈ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ എന്തൊക്കെ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയും കുട്ടിക്കാലത്ത് ഹീറോയ്ക്ക് പൂക്കളെല്ലാം കൊടുക്കുന്നത്, ഹീറോയുടെ കൂടെ നിൽക്കുന്നത്, ഈ ഒരു ഗ്രാമത്തിൽ അവർ കളിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഇങ്ങനെ കാണുന്നുണ്ട്. അതുമല്ല, ഹീറോയുടെ കൂടെയുള്ള ആ ഒരു നായയാണെങ്കിൽ ഹീറോയുടെ കുട്ടിക്കാലത്ത് അവന്റെ അച്ഛൻ വളർത്തിയിരുന്ന നായയാണ്. അതേസമയം നമ്മുടെ ഹീറോയിൻ അവിടേക്ക് വന്നിട്ട്, ഏയ് എന്താ പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കുന്നതും ഹീറോ പെട്ടെന്ന് ആ ഒരു വീട്ടിൽ നിന്നിറങ്ങി വെളിയിലേക്ക് ഇങ്ങനെ ഓടുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ഓടിയ നമ്മുടെ ഹീറോ നേരെ ചെല്ലുന്നത് ആ ഒരു ഫാദറിന്റെ ചർച്ചുണ്ടല്ലോ അവിടേക്ക്. അങ്ങനെ ആ ഒരു ചർച്ചിനകത്തേക്ക് കയറി നോക്കുമ്പോൾ നേരത്തെ കണ്ടതുപോലെയല്ല, ആ ഒരു ഫാദർ ഒന്നും അവിടെ കാണാനില്ല, ആകെ പഴയതായിട്ട് കിടക്കാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് അവിടെയുള്ള ഒരു അലമാര തുറക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് രക്തം പറ്റിയ ഒരു ഷർട്ട് ഇരിക്കുന്നു. അതെടുത്ത് നോക്കുന്നതും ഇപ്പോൾ ടിസ്റ്റുകൾ ഓരോന്നായിട്ട് ഇപ്പോൾ കാണിക്കുകയാണ്. ഹീറോ ആ ഒരു കാടിനുള്ളിലൂടെ ആദ്യം ഓടി വരുമ്പോൾ ഈ ഒരു ഫാദറിനെ കാണുമല്ലോ പേടിച്ചിട്ട് വരുന്ന സമയത്ത്. സത്യം പറഞ്ഞാൽ ഹീറോ അങ്ങനെ ഓടി വരുന്ന സമയത്ത് അവിടെ വേറെ ആരുമില്ലായിരുന്നു. അതേപോലെ തന്നെ വീട്ടിൽ വന്ന ആ ഒരു ഫാദറിനോട് സംസാരിക്കുന്നത് പോലെ, അതേപോലെ തന്നെ സ്റ്റാർട്ടിംഗ് സീനിൽ ഇവിടേക്ക് വരുമ്പോൾ റോഡിൽ വെച്ചിട്ട് ആ ഒരു നായെ കാണുന്നത്, സത്യത്തിൽ അവിടെ ആ ഒരു നായ ഇല്ലായിരുന്നു. അപ്പൊ ആ ഒരു ഫാദറും അതേപോലെ തന്നെ ആ ഒരു നായയും ഇത് രണ്ടും നമ്മുടെ ഹീറോയുടെ ഇമാജിനേഷൻ ആണ്. അതേപോലെ തന്നെ മറ്റൊരു ടെസ്റ്റ് എന്താണെന്ന് വെച്ചാല് ആ ഒരു ഷെഡിനുള്ളിൽ ജീവിച്ച എസ്തബാൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു മനുഷ്യനല്ലേ, അയാളെ തുറന്നു വിട്ടത് നമ്മുടെ ഹീറോയാണ്. ആ ഒരു സമയത്താണ് സാറ എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടി ഹീറോ ഈ ഒരു കാര്യം കാണുന്നത്. ഇത് കാണുന്നതും ഹീറോ ആ ഒരു പെൺകുട്ടിയുടെ പുറകെ പോയിട്ട് അവളെ പിടിച്ച് ഒരു കത്തി ഉപയോഗിച്ചിട്ട് ആ ഒരു പെൺകുട്ടിയെ കൊല്ലുന്നത് നമ്മുടെ ഹീറോ ആയിരുന്നു. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് ആലോചിച്ച് ഹീറോ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് റോസി എന്ന് പറഞ്ഞ ഒരു ചെറിയ പെൺകുട്ടി ഹീറോയുടെ അടുത്ത് നിന്നിട്ട്, ഞാൻ അന്നേ പറഞ്ഞില്ലേ എന്റെ സഹോദരിയെ കൊന്നത് ഒരിക്കലും ആ ഒരു മണ്ടനല്ല, അത് നീയാണ് വിമോറോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഹീറോ പറയും, ഹേ റോസി ആരോടും പറയരുത് പ്ലീസ് എന്നെല്ലാം പറയുമ്പോൾ അവൾ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി ആ ഒരു കാടിനകത്തോട് നല്ല വേഗതയിൽ ഓടിയിട്ട് അവളുടെ വീട്ടിലേക്ക് വന്നിട്ട് അവളുടെ അമ്മയോട് പറയും, അമ്മ സഹോദരിയെ കൊന്നത് ആന്റോണിയാണ്, അവനൊരു വിമോറയാണെന്ന് ഇങ്ങനെ പറയുന്നതും
അവളുടെ അമ്മയാണെങ്കിൽ റോസിയുടെ മുഖത്തേക്ക് ഒരു ഒറ്റയടി, ആവശ്യമില്ലാത്ത കാര്യം പറയരുത്, വെറുതെ ഓരോന്ന് പറയാൻ വേണ്ടിയിട്ടെന്നും പറഞ്ഞിട്ട് അവളെ വഴക്ക് പറയുന്ന സമയത്താണ് ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ പെട്ടെന്ന് അവന്റെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്ന് അകത്തേക്ക് കയറുന്ന സമയത്താണ് അവൻ പല കാര്യങ്ങൾ ഇങ്ങനെ കാണുന്നത്. കുട്ടിക്കാലത്ത് അവൻ ആ ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ അവന്റെ അച്ഛൻ അവന്റെ അമ്മയെ സഹോദരികളെയും കൊല്ലുന്ന ആ ഒരു കാര്യം അവൻ നേരിട്ട് കാണുന്നു. അതേപോലെ തന്നെ മറ്റൊരിടത്ത് നോക്കുമ്പോൾ ഹീറോയിൻ അവിടെയുള്ള ആ ഒരു സോഫയിൽ മരിച്ചു കിടക്കാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ ഹീറോ അവളെയും കുത്തിക്കൊന്നിരുന്നു. ഇതെല്ലാം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഹീറോയ്ക്ക് ഇപ്പോഴും ഓർമ്മയില്ല. അങ്ങനെ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു വീട് മുഴുവനായിട്ട് കത്തിക്കാൻ വേണ്ടി അതിനകത്ത് പെട്രോളെല്ലാം ഒഴിക്കുന്ന സമയത്ത് റോസി അവളുടെ അമ്മയെ വിളിച്ച് നേരെ ഇവിടേക്ക് വരും. എന്നിട്ട് ഇവർ രണ്ടുപേരും ഹീറോയും മരിച്ചു കിടക്കുന്ന ആ ഒരു കാര്യം കൂടി കാണുമ്പോൾ രണ്ടുപേർക്കും മനസ്സിലായി ഹീറോ തന്നെയാണ് യഥാർത്ഥ കൊലയാളിയെന്ന്. എന്നിട്ട് റോസിയോട് പറയും, റോസി എത്രയും പെട്ടെന്ന് നഗരത്തിലുള്ള എല്ലാവരോടും പോയി പറയും എന്ന് പറയുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, ഇല്ലില്ല ഞാൻ വിശദീകരിക്കുക, ഞാൻ പറഞ്ഞു തരാമെന്നെല്ലാം പറയുമ്പോൾ അവർ കേൾക്കത്തില്ല. അങ്ങനെ ഹീറോ പെട്ടെന്ന് അവരെ തടയാൻ വേണ്ടി അവരുടെ പുറകെ പോകുമ്പോൾ അവർക്ക് ചെറിയ മുടന്നുണ്ട്. അവരങ്ങനെ പതിയാണ് നടന്നു പോകുന്നത്. അവരിപ്പോൾ നേരെ കിച്ചണിലേക്ക് ചെന്നിട്ട് അവിടെ നിന്ന് ഒരു വലിയ കോടാലി എടുത്ത് ഹീറോയോട് പറയും, എന്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ വിട്ടു എന്ന് പറയുമ്പോൾ ഹീറോ അടുത്തേക്ക് വരുന്നത് അവരൊരു ഒറ്റ വിട്ട് ഹീറോയുടെ കയ്യിലേക്ക്. പക്ഷെ വിട്ടുകൊണ്ടിട്ടും ഹീറോ പെട്ടെന്ന് അവരെ തടഞ്ഞെറുതാണ്. അതേസമയം റോസി ആണെങ്കിൽ ഇവിടുത്തെ ആ ഒരു ഡോറ് തുറന്നിട്ട് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി ഓടും. ആ ഒരു സമയം ഇവർ വെളിയിലേക്ക് പോയിട്ട് വരുമ്പോൾ ഹീറോ അവിടെയുള്ള ഒരു കമ്പി എടുത്ത് അവരുടെ മുഖത്തേക്ക് ഒരു ഒറ്റയടി. അത് കഴിഞ്ഞ് ആ ഒരു സ്ത്രീ അവിടെ വെച്ച് തന്നെ അടിച്ചടിച്ച് കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ അവരെ കൊന്നിട്ട് ആ ഒരു വീട് മുഴുവനായിട്ടും വീണ്ടും പെട്രോളെല്ലാം ഒഴിച്ച് നമ്മുടെ ഹീറോയിന്റെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് മൊത്തത്തിൽ ഈ ഒരു വീട് കത്തിക്കുകയാണ്. എന്നിട്ട് വെളിയിലേക്ക് വരുമ്പോൾ റോസി കാടിനകത്തൂടെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. റോസിയുടെ പുറകെ നമ്മുടെ ഹീറോയും പോകുന്നുണ്ട്. റോസി അവിടെ നിൽക്ക്, ഞാൻ പറയാം എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും റോസി കേൾക്കുന്നില്ല. അങ്ങനെ റോസി ഓടി ഒരിടത്തേക്ക് വന്നിട്ട് ഒളിച്ചു നിൽക്കുന്ന സമയത്ത് ഹീറോ നടന്ന് വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു ഉയരമുള്ള ഭാഗത്താണ് ഇവർ നിൽക്കുന്നത്. അതുപോലെ താഴെയാണെങ്കിൽ വെള്ളമാണ്. അങ്ങനെ ഹീറോ അവിടെ വന്നിട്ട് റോസിയെ കാണത്തുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ റോസി പുറകിലൂടെ വന്ന് വിമോറോ നീ മരിക്കണമെന്ന് പറഞ്ഞ് ഹീറോയെ തള്ളി വിടുമ്പോഴത്തേക്കും ഹീറോ പെട്ടെന്ന് റോസിയുടെ ഉടുപ്പിലേക്കും കയറി പിടിച്ചു കൊടുക്കും. അപ്പോഴേക്കും ഇവർ രണ്ടുപേരും നേരെ മുകളിൽ നിന്ന് നേരെ വെള്ളത്തിലേക്ക് വന്ന് വീഴുന്നു. അങ്ങനെ ആ ഒരു സീൻ കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ഇപ്പോൾ ഒരു സ്വിമ്മിംഗ് പൂളിൽ നിന്നും പെട്ടെന്ന് മുകളിലേക്ക് വന്നിട്ട് അവന്റെ ആ ഒരു സ്റ്റൈല് തന്നെ മാറിയിട്ടുണ്ട്. അപ്പോഴേക്കും മറ്റൊരുത്തം വന്നിട്ട് പറയുന്നുണ്ട്, ഓക്കെ മീറ്റിംഗ് ഉടനെ തുടങ്ങും, പെട്ടെന്ന് വാന്നും പറഞ്ഞിട്ട് ഹീറോയുടെ ആ ഒരു കാര്യം പറഞ്ഞ് അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് സീൻ മുതൽ ഇവിടെ വരെ കണ്ട ആ ഒരു കാര്യം ഉണ്ടല്ലോ, അതാണ് ഹീറോ ആ ഒരു നോവലായിട്ട് എഴുതിയിട്ടുള്ളത്. ആ ഒരു നോവൽ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ട് അത് നല്ല രീതിയിൽ വിറ്റ് പോവുകയും ചെയ്തു. ഹീറോ ആണെങ്കിലും നല്ല രീതിയിൽ അറിയപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഹീറോയെ ഇന്റർവ്യൂ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ചിലർ ചോദിക്കുന്നുണ്ട്, ഇതിന്റെ ബാക്കി ഭാഗം ഉണ്ടാവോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഏയ് ബാക്കിയൊന്നും ഉണ്ടാവത്തില്ല, ഇനി ഇതുപോലെ മറ്റൊരു കഥ എഴുതാം, അത്ര മാത്രമേ ഉള്ളൂ. അതും 10 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ആ ഒരു കഥ തന്നെ ചിലപ്പോൾ ഞാൻ എഴുതാൻ പോകുന്നത്. അപ്പോൾ അതിൽ 1-2 പേര് ചോദിക്കും, അല്ല ഈ ഒരു സ്റ്റോറി റിയലായിട്ട് നടന്ന കാര്യമാണോ അതോ വെറും ഫിക്ഷൻ ആണോ എന്ന് ചോദിക്കുമ്പോൾ, ഹേയ് റിയലായിട്ട് നടന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ചിലപ്പോൾ പോലീസ് പിടിക്കത്തില്ലേ, പിന്നെ പോലീസ് ഇതിന്റെ പുറകെ വരും, അതുകൊണ്ട് ഇതെന്തായാലും ഫിക്ഷനാണ് എന്ന് പറയുന്ന സമയത്താണ് ഹീറോ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മുറിവുണ്ടല്ലോ അതിങ്ങനെ പതിയെ ഒളിപ്പിക്കുന്നു. അങ്ങനെ ആ ഒരു ഇന്റർവ്യൂ കഴിയുന്ന സമയത്ത് ഹീറോയുടെ അടുത്തിരിക്കുന്ന ഒരു ലേഡി പറയും, അല്ല ബീച്ചിനടുത്തായിട്ടുള്ള ഒരു ഗ്രാമമുണ്ട്, അവിടെ ഏതോ ഒരു കൊലയാളി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം കേട്ടിരുന്നു, അവിടേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, എന്താ പോയി കളയാന്ന് പറഞ്ഞിട്ട് അടുത്ത സീനിൽ നമ്മുടെ ഹീറോ കാറുമായിട്ട് ആ ഒരു ബീച്ചിനടുത്തേക്കുള്ള ഗ്രാമത്തിലേക്ക് ഇങ്ങനെ പോവാണ് അവിടെയുള്ള കഥ എഴുതാൻ വേണ്ടി. അങ്ങനെ പോകുന്ന സമയത്താണ് പെട്ടെന്ന് റോഡിൽ അടുത്തൊരു നായ നിൽക്കുന്നു. ഇതിനെ കാണുന്നതും ഹീറോ കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ആ ഒരു നായയുടെ അടുത്തേക്ക് വന്ന് കുറച്ചു നേരം അതിന്റെ മുന്നിൽ ഇരുന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു മൂവിയിൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് അറിയണമല്ലേ? ഇപ്പൊ ഈ ഒരു മൂവിയിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, സത്യത്തിൽ ഹീറോ ഇതിനു മുന്നേ ഒരു കഥ എഴുതാനായിട്ട് പോയിരുന്നല്ലോ. സത്യത്തിൽ നമ്മുടെ ഹീറോ പോയിരുന്ന ആ ഒരു ഗ്രാമം ഉണ്ടല്ലോ, ക്വാന്റിനാർ എന്ന് പറഞ്ഞിട്ട്, ആ ഒരു ഗ്രാമത്തിലെ ഹീറോ വാടകയ്ക്ക് എടുത്തല്ലോ. ആ ഒരു വീട്ടിലാണ് ഹീറോ കുട്ടിക്കാലത്ത് കഴിഞ്ഞിരുന്നത്. ആ ഒരു സമയത്ത് ഹീറോയുടെ അച്ഛൻ ഒരു സൈക്കോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയുടെ അമ്മയെയും സഹോദരിമാരെയും ഹീറോയുടെ കൺമുന്നിൽ വെച്ച് തന്നെ കൊന്നിട്ട് അയാൾ ആത്മഹത്യ ചെയ്യുമായിരുന്നു. ആ ഒരു ഷോക്കിന് ശേഷം ഹീറോയും ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ എല്ലാ കാര്യങ്ങളും മറന്നുപോയി. അത് കഴിഞ്ഞ് ഹീറോ ഒരു അനാഥാലയത്തിൽ വളർന്ന് അവിടെ വെച്ചാണ് അവൻ ഒരു എഴുത്തുകാരനായിട്ട് മാറുന്നത്. പിന്നീട് അവൻ പുതിയൊരു കഥ എഴുതാൻ വേണ്ടി ഈ ഒരു ഗ്രാമത്തിലെ കഥകളെല്ലാം കേട്ടറിഞ്ഞിട്ടാണ് അവിടേക്ക് വരുന്നത്. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ ഹീറോയ്ക്ക് അപ്പോഴും അറിയത്തില്ല ഹീറോ ഈ ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നെന്നുള്ള കാര്യം. അതുമല്ല കുട്ടിക്കാലത്ത് അവൻ കണ്ട ആ ഒരു കാര്യം കാരണം മാനസികമായിട്ടും അവൻ ഒരുപാട് മാറി ഒരു സൈക്കോ പോലെ ആയിട്ട് അവന്റെ കഥയ്ക്ക് വേണ്ടി ആ ഗ്രാമത്തിലെ ആ ഒരു അന്ധവിശ്വാസം, ആ ഒരു കെട്ടുകഥകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം വെച്ച് അവന്റെ ആ ഒരു കഥ അത് മെച്ചപ്പെടുത്താൻ വേണ്ടി അവന്റെ ഉള്ളിലെ ആ ഒരു സൈക്കോ ഉണർന്നിട്ട് വിമോറോ എന്ന് പറഞ്ഞ ആ ഒരു രാക്ഷസനാണ് എല്ലാവരെയും കൊല്ലുന്നു എന്നുള്ള രീതിയിൽ ഓരോരുത്തരെ കൊല്ലാൻ തുടങ്ങിയതും. എന്നിട്ട് അത് വെച്ചുകൊണ്ട് തന്നെ അവൻ ആ ഒരു കഥ എഴുതുകയും ചെയ്തു. അപ്പോൾ സത്യത്തില് നമ്മുടെ ഹീറോ തന്നെയാണ് ഈ ഒരു മൂവിയിലെ വില്ലൻ, ഒരു യഥാർത്ഥ സൈക്കോ. അത് കഴിഞ്ഞ് ഇപ്പോൾ അടുത്തൊരു കഥ എഴുതാൻ വേണ്ടിയിട്ട് മറ്റൊരു ഗ്രാമത്തിലേക്ക് അവൻ പോവാണ്. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ ആയിരിക്കും സംഭവിക്കുന്നത്. ആ ഒരു ഗ്രാമത്തില് ഒരു കൊലയാളി ഉണ്ടായിരുന്നെന്ന ഒരു കഥ മാത്രമേ അവൻ അറിയത്തുള്ളൂ. പക്ഷെ അത് റിയൽ ആക്കാൻ വേണ്ടി ചിലപ്പോൾ അവിടെയും ചെന്ന് അവന്റെ ആ ഒരു സൈക്കോ തരം പുറത്തേക്ക് എടുത്ത്
തൻ്റെ കഥയ്ക്ക് വേണ്ടി വേണമെങ്കിൽ ഒരുപാട് പേരെ കൊല്ലാം എന്ന് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെയും ബൈ.